സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അവിടെ നിന്നിരുന്ന ജനക്കൂട്ടം ഇത് കേട്ടിട്ട് ഇടിമുഴക്കമുണ്ടായി എന്ന് പറഞ്ഞു. എന്നാൽ ചിലർ ഒരു ദൂതൻ അവരോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ഈ സ്വരമുണ്ടായത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരം പുറന്തള്ളപ്പെടും. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. അവനിത് പറഞ്ഞത് താൻ ഏത് വിധത്തിലുള്ള മരണമാണ് വരിക്കുവാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കുവാനാണ്. അപ്പോൾ ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ക്രിസ്തു എന്നെന്നും നിലനിൽക്കുന്നുവെന്നാണല്ലോ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നുവെന്ന് നീ പറയുന്നത് എങ്ങനെ? ആരാണ് ഈ മനുഷ്യപുത്രൻ? യേശു അവരോട് പറഞ്ഞു, അല്പസമയത്തേക്ക് കൂടി പ്രകാശം നിങ്ങളുടെ ഇടയിലുണ്ട്. അന്ധകാരം നിങ്ങളെ കീഴടക്കാതിരിക്കുവാൻ പ്രകാശമുള്ളപ്പോൾ നടന്നുകൊള്ളുവിൻ. അന്ധകാരത്തിൽ നടക്കുന്നവൻ താൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുന്നില്ല. നിങ്ങൾ പ്രകാശത്തിന്റെ മക്കളാകേണ്ടതിന് നിങ്ങൾക്ക് പ്രകാശമുള്ളപ്പോൾ അതിൽ വിശ്വസിക്കുവേൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില ട്വിസ്റ്റുകൾ ഉണ്ടാവും. അങ്ങനെ ഒരു ട്വിസ്റ്റാണ്, ഒരു ആകസ്മികമായ സംഭവമാണ് വിൻസെന്റ് ഡി പോളിനെ വിശുദ്ധ പദവിയിലേക്ക് മാറത്തക്ക വിധത്തിൽ ജീവിതത്തെ മാറ്റിമറിച്ചത്. 1600 അദ്ദേഹം ഒരു വൈദികനായി സാധാരണ രീതിയിൽ ഒരു നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ജീവിതം നയിക്കുവാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തെ കടൽ കൊള്ളക്കാർ ആക്രമിക്കുകയും നോർത്ത് ആഫ്രിക്കയിൽ കൊണ്ടുപോയി അടിമയാക്കുകയും ചെയ്തു. 2 വർഷം കഴിഞ്ഞ് അദ്ദേഹം സ്വതന്ത്രനായി സ്വന്തം നാട്ടിലേക്ക്, ഫ്രാൻസിലേക്ക് തിരിച്ചു വന്നു. അവിടെ വന്നപ്പോൾ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഇനി എൻ്റെ ജീവിതം പാവപ്പെട്ടവർക്ക് വേണ്ടിയായിരിക്കും ഞാൻ ഒഴിഞ്ഞു വയ്ക്കുക. ആ ജീവിതത്തിലുണ്ടായ ശൈലിയിലുണ്ടായ മാറ്റമാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഫ്രെഡറിക് കൊസാമിനെ ഒക്കെ വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി ഉണ്ടാക്കാനും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇന്നും അദ്ദേഹത്തിൻ്റെ പേരിൽ നടത്തപ്പെടുവാനും ഇടയാകുന്നത്. ഇതുപോലെ മറ്റൊരു കഥയുണ്ട്. അത് ഒരു ഡേവിഡ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. അവനൊരു അത്ലറ്റാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അംബീഷൻ എന്ന് പറയുന്നത് അത് സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ഒക്കെ അറിയപ്പെടുന്ന ഒരു കായിക താരമാകണം. അതിനുവേണ്ടി അവന് നല്ല ആരോഗ്യമുള്ളവനാണ്. അവന് കായിക പരിശീലനങ്ങൾ എല്ലാം കിട്ടി. മാതാപിതാക്കന്മാരും നാട്ടുകാരും എല്ലാം അവനെ പ്രോത്സാഹിപ്പിച്ചു. അവന് പടിപടിയായി സമ്മാനങ്ങൾ കിട്ടി ഉയരുവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു അപകടമുണ്ടായി. ആ അപകടത്തിന് ശേഷം അവൻ അംഗവൈകല്യമുള്ളവനായി. അപ്പോൾ ഡോക്ടർമാർ പല രീതിയിൽ പരിശോധിച്ചിട്ടും അവനെ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ അവന് വീണ്ടും മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഒരിക്കലും നിനക്ക് ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ വിജയിക്കാൻ പറ്റത്തില്ല. അത് അവനെ വളരെയേറെ നിരാശനാക്കി. അവന് ഇനി അവൻ്റെ ജീവിതം തന്നെ തകർന്നു. ഇനി എന്താണ് ദൈവം തന്നോട് ഇങ്ങനെ ചെയ്തത്? ഈ രീതിയിൽ വളരെ നിരാശനായി ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തി. അങ്ങനെ കൗൺസിലിനിടയിൽ അവന് ഒരു ഉപദേശം കിട്ടി, ജീവിതത്തിൽ മറ്റൊരു ലക്ഷ്യം കണ്ടെത്തുക. ഒരു അഥലറ്റായി മാറുന്നതിന് പകരം പിന്നീട് അവൻ ചെയ്തത് കുട്ടികൾക്ക് വേണ്ടി, ചെറുപ്പക്കാർക്ക് വേണ്ടി, മറ്റു അഥലറ്റ്സിന് വേണ്ടി തൻ്റെ അറിവിൻ്റെ വെളിച്ചത്തിൽ മറ്റുള്ളവർക്ക് പരിശീലനം കൊടുക്കുകയാണ്. അങ്ങനെ മറ്റുള്ളവരെ ധാരാളം പേരെ അത്ലറ്റ്സ് ആക്കാനായിട്ട് അവന് സാധിച്ചപ്പോൾ അവന് വീണ്ടും സമൂഹത്തിൽ അംഗീകാരം കിട്ടി. അത്ലറ്റ്സുകൾ അവനെ ആഗ്രഹിക്കുവാൻ തുടങ്ങി. അപ്പൊ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ സാധിച്ചെന്ന് വരികയില്ല. ആകസ്മികമായിട്ടുള്ള പല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ചിലപ്പോൾ പെട്ടെന്ന് ഒരു കാറപകടം ഉണ്ടാകാം, അല്ലെങ്കിൽ പെട്ടെന്നായിരിക്കും ഒരു മാരകരോഗം കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ വലിയ പ്രതീക്ഷയോടുകൂടി വിവാഹം കഴിച്ചു, ജീവിത പങ്കാളി ഉദ്ദേശിച്ച രീതിയിൽ ആളുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അത് പിന്നെ വഴക്കായി, സെപ്പറേഷനായി, ഡിവോഴ്സ് ആകുന്ന സാഹചര്യങ്ങളിലേക്ക് വരിക.
അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള കുഞ്ഞിനെ അല്ല ലഭിക്കുന്നത്. വൈകല്യമുള്ള കുഞ്ഞാകാം, ശാരീരികമായോ മാനസികമായോ വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളായിരിക്കാം ജനിക്കുക. അവരെ വളർത്തുവാനായിട്ട് വളരെയേറെ സഹനത്തിലൂടെ കടന്നു പോകുന്ന മാതാപിതാക്കന്മാരുടെ സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് ഇങ്ങനെയൊക്കെ തരുന്നത്? അല്ലെങ്കിൽ ബിസിനസ്സിൽ അപ്രതീക്ഷിതമായിട്ട് എല്ലാം തകർന്നു പോകാം, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടാം. ഇങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളിൽ ചിലരൊക്കെ വളരെ നിരാശരായ ആത്മഹത്യയുടെ പക്കലേക്ക് പോകാറുണ്ട്. എന്നാൽ അവിടെയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യം വെച്ചതനുസരിച്ചാണ് നാം പോവുക. എന്നാൽ ദൈവത്തിന്റെ പരിപാലന എന്താണ് എന്ന് കണക്കാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇവിടെ അതുപോലെ തന്നെ ചിലർ സ്വയം ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെല്ലാം അങ്ങനെയാണ്. വൈദികരായാലും മിഷണറിമാരായാലും അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് വരുന്നവരാണെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോഴും ഒക്കെ അതിലൊക്കെ റിസ്ക് ഉണ്ട്. ആ റിസ്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുട്ടികൾ പലരും വളരെ മതമൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് മിഷണറിമാരായിട്ടും ഒക്കെ പോവുക. അവിടെ ഏത് ജീവിത അവസ്ഥ എടുത്താലും അതിൻ്റെതായിട്ടുള്ള പ്രതിസന്ധികളുണ്ട്. അത് നമ്മൾ സ്വയം ഏറ്റെടുക്കുന്ന സഹനങ്ങളുമാണ്. ഇനി ഞാനിതെല്ലാം പറയാൻ കാരണം ഇന്നത്തെ സുവിശേഷത്തിന്റെ പശ്ചാത്തലമാണ്. ഈശോ തന്നെ മനുഷ്യനായി അവതരിപ്പിച്ചപ്പോൾ ഈശോ പൂർണ്ണമായ ദൈവമാണ്, അതോടൊപ്പം തന്നെ പൂർണ്ണമായ മനുഷ്യനുമാണ്. ഇത് രണ്ടും കൂടെ ചേരുന്ന ഈശോ പിതാവായ ദൈവത്തിന്റെ അതുപോലെ തന്നെ പുത്രനായ ദൈവത്തിന്റെ തീരുമാനം അനുസരിച്ച് ഈ ലോകത്തിലേക്ക് വന്നതാണ്. നമ്മളെ എളുപ്പത്തിൽ തന്നെ രക്ഷപ്പെടുത്താനല്ല, മറിച്ച് ഈ ലോകത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ എങ്ങനെ അതിജീവിക്കണമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. അവിടെ ഈശോ ആളുകളുമായിട്ടുള്ള സംഭാഷണത്തിൽ ഈശോ പിതാവായ ദൈവത്തോട് പറയുകയാണ്, എന്നെ ഈ മണിക്കൂർ നിന്ന് ഒഴിവാക്കി തരണമേ. ഏതാണ് ഈ അവർ ഓഫ് ജീസസ്? മണിക്കൂർ എന്ന് പറയുന്നത് ഈശോയുടെ പീഡാസഹനവും കുരിശുമരണവുമാണ്. എന്നാൽ ഈശോയ്ക്ക് അറിയാം അതിനുശേഷം ഒരു ഉയർപ്പുണ്ട്. അത് ഈശോയ്ക്ക് വന്നു ഭവിക്കുന്നതല്ല, ഈശോ സ്വയം തിരഞ്ഞെടുക്കുന്ന ആ ഒരു സാക്രിഫൈസ് ആണ്. ആ ദൗത്യത്തിന് വേണ്ടിയാണ് ഈശോ വന്നത്. എങ്കിലും ഒരു സാധാരണ മനുഷ്യനെ പോലെ ഈശോയുടെ ആത്മാവ് അസ്വസ്ഥമാവുകയാണ്. എങ്കിൽ പോലും പിതാവായ ദൈവത്തിനെ അനുസരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഹിതത്തിനും അതോടൊപ്പം തന്നെ അതിനുശേഷം വരാവുന്ന ആ ഗ്ലോറിഫിക്കേഷൻ മഹത്വത്തെ കുറിച്ചുമാണ് ഈശോ അവതരിപ്പിക്കുക. ഇത് അവതരിപ്പിക്കുന്നത് എപ്രകാരമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടത് എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു അപകടം ഉണ്ടാകുമ്പോൾ, പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നിരാശപ്പെടുകയല്ല, മറിച്ച് അതിനെ നമുക്ക് പ്രകാശമാക്കി മാറ്റുവാൻ ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. വീണ്ടും ഈശോ പറയുകയാണ്, ഞാനിങ്ങനെ ഈ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടും. അങ്ങനെ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും ഞാൻ ഇതിലേക്ക് ആകർഷിക്കും. എല്ലാവരെയും എന്ന് പറഞ്ഞാൽ യഹൂദന്മാരെ മാത്രമല്ല, ഇസ്രായേലുകാരെ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ ജനതകളും അവരിലേക്ക് നോക്കും, ഉയർത്തപ്പെട്ട ക്രിസ്തുവിലേക്ക്. അപ്പൊ ക്രിസ്തുവിന്റെ ഉയർത്തപ്പെടൽ എന്നുള്ളതിന് 3 അർത്ഥമുണ്ട്. ഒന്നാമത്തെ അർത്ഥം കുരിശിൽ ഉയർത്തപ്പെടുകയാണ്. ആ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ കർത്താവിനെ കുരിശിൽ തറയ്ക്കുവാനായിട്ട് നേതൃത്വം കൊടുത്ത ശതാധിപൻ തന്നെ, അതായത് സൈന്യാധിപൻ തന്നെ മാനസാന്തരപ്പെടുകയാണ്. ഇവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നു. അവൻ വലതുഭാഗത്ത് ക്രൂശിക്കപ്പെട്ടവൻ അത് ഏറ്റുപറയുന്നുണ്ട്. അവിടെ കൂടിയിരുന്നവർ ആളുകൾ അവനെതിരായി നിന്നവർ തന്നെ അവന് അനുകൂലമായിട്ട് പറയാൻ തുടങ്ങി. ഇപ്പോഴും നമുക്കറിയാം, ഒരു കാലത്ത് അപമാനത്തിന്റെ ഏറ്റവും വലിയ സഹനത്തിന്റെ ഏറ്റവും വലിയ നിഷ്ഠൂരതയുടെ പ്രതീകമായ കുരിശാണ് നമ്മൾ ഇന്ന് ക്രൈസ്തവ മതത്തിന്റെ പ്രതീകമാക്കി മാറ്റുക. കാരണം സഹനം എന്റെയും ജീവിതത്തിൽ ഈശോയോടൊത്ത് ചേർക്കേണ്ടതാണെന്ന് നമ്മളെ അനുസ്മരിപ്പിക്കുന്നു. എന്നാൽ മറ്റൊന്ന് ഉയർത്തപ്പെടുന്നത് മരിച്ചവരിൽ നിന്ന് അടക്കപ്പെട്ട് 3-ാം ദിവസം ഈശോ ഉയർപ്പിക്കപ്പെടുകയാണ്. അതാണ് മറ്റൊരു ഉയർത്തൽ. അത് 40 ദിവസം ശിഷ്യന്മാരോട് കഴിഞ്ഞ ആ ഈശോ കൊടുത്ത വലിയ പ്രത്യാശ പല പ്രാവശ്യം പ്രത്യക്ഷപ്പെടുകയാണ്, പല സന്ദേശങ്ങൾ നൽകുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നൽകുന്ന പ്രത്യാശ, നമ്മൾ മരിച്ചടക്കപ്പെട്ടാലും കർത്താവിന്റെ 2ാമത്തെ ആഗമനത്തില് നമ്മളെല്ലാവരും വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. നമ്മുടെ ആത്മാവും നമ്മുടെ ശരീരവും കൂടി, അല്ലെങ്കിൽ മഹത്വപ്പെട്ട ശരീരവുമായിട്ട് യോജിക്കുമെന്നുള്ളത്. ഇനി 3ാമത്തെ ഉയർത്തപ്പെടൽ എന്ന് പറയുന്നത് 11 അപ്പോസ്തലന്മാർ നോക്കിയിരിക്കെ ഒലിവുമലയിൽ നിന്ന് കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നു, വാനമേഘങ്ങളിൽ മാലാഖമാരുടെ അകമ്പടിയോടുകൂടി. അതുകൊണ്ട് നമ്മളെല്ലാവരും അതോടൊപ്പം തന്നെ മഹത്വത്തിലും എത്തേണ്ടവരാണ്. അങ്ങനെ ആകണമെങ്കിൽ ഈശോ പറയുകയാണ്, പ്രകാശമുള്ളപ്പോൾ നിങ്ങൾ പ്രകാശത്തിൽ വസിക്കുവേൻ. നിങ്ങൾ അന്ധകാരത്തിൽ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആത്മീയമായ അർത്ഥത്തിലാണ്. പാപത്തിന്റെ അന്ധകാരത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഉയർപ്പിക്കപ്പെടുകയില്ല, മഹത്വത്തിൽ പ്രവേശിക്കുകയില്ല. എന്നാൽ നിങ്ങൾ ഈശോയുടെ പ്രകാശത്തിലാണെങ്കിൽ ആ ഈശോയുടെ പ്രകാശം നമുക്ക് ലഭിക്കുന്നത് സഭയിലൂടെയാണ്, സഭയുടെ കൂദാശകളിലൂടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ആത്മീയമായ പ്രകാശത്തില്, പരപ്രസാദത്തില്, കൂദാശകളിലൂടെ വിശദീകരിക്കപ്പെട്ട്
നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ഏലിയ സുലിവ മോശക്കാലത്ത്, പ്രത്യേകിച്ച് ഈ സുലിവ കാലത്ത് സഹനത്തിലൂടെ കർത്താവിനോട് ചേർന്ന് എങ്ങനെ മഹത്വത്തിൽ പ്രവേശിക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് സഹനത്തെ നമ്മൾ ഏത് അർത്ഥത്തിൽ എടുക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കൺസേൺസ്, നമ്മുടെ ബുദ്ധിമുട്ടുകൾ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കുക. ഈശോ പ്രാർത്ഥിച്ചതുപോലെ കഴിയുമെങ്കിൽ ഈ മണിക്കൂർ എന്നിൽ നിന്ന് മാറിത്തരണമേ, എങ്കിലും എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ. അങ്ങ് എന്താണ് എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത് അത് നിർവഹിക്കുവാൻ അങ്ങനെ ഏൽപ്പിച്ചു തരുന്ന കണ്ടീഷൻ, അതെന്റെ ജീവിത പങ്കാളിയാകാം, എന്റെ മക്കളാകാം, എന്റെ നഷ്ടങ്ങളാകാം, എന്റെ ഭൗതികമായ എല്ലാം തകർന്നു പോയേക്കാം. എങ്കിലും യോബിന്റെ കഥയിലേതുപോലെ നമുക്കെല്ലാം ദൈവം തിരിച്ചു തരുമെന്നാണ് ആ വിശ്വാസത്തിൽ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കാം.